ഈ ഒക്ടോബർ 7 ഈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഓവർ കോൺഫിഡൻസ് അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് പറയുന്നത്. അതായത് ഇവർ വിശ്വസിച്ചിരുന്നത് ഒരിക്കലും ഹമാസ് എന്ന് പറയുന്നവർ ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത് മിസൈൽ കൊണ്ടായിരിക്കും. അവരൊരിക്കലും ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യുകയില്ല. കാരണം ഇസ്രായേൽ ഏകദേശം $1 ബില്യൺ മുതൽ മുടക്കിയാണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത്. ഞാൻ ഈ മതിലിൻ്റെ അകത്ത് ഇവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സർവൈലൻസ് എക്യുപ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം റോബോട്ടുകളാണ്, അതായത് യന്ത്രമനുഷ്യനെ വെച്ചേക്കുവാണ്. ആരിത്ര ഭാഗത്ത് വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ചെയ്യും. കാരണം ഇവർക്ക് അത്രമാത്രം ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സർവൈലൻസ് എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതായത് സൈബർ അറ്റാക്കും ഇതിനെ മുഴുവനും ജാം ചെയ്യാൻ ഹമാസിന് കഴിഞ്ഞു. ഈ മറ്റാ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പല ആവർത്തി ഈ ഹമാസിൻ്റെ പല ഡ്രില്ലുകളും അതിനെപ്പറ്റി ഇസ്രായേലി സ്പൈ ഏജൻസിയും ഇൻ്റലിജൻസും പല ആവർത്തി ഇസ്രായേലി ഡിഫൻസിനോടും അതേപോലെ പൊളിറ്റിക്കൽ നേതൃത്വത്തോടും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഡിഫൻസിനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഡ്രില്ല് നടക്കുന്നുണ്ട്, അപ്പോൾ ഇതിനെ ഗൗനിക്കണം. അപ്പോൾ മൾട്ടിപ്പിളായിട്ട് കൊടുത്ത ഈ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അത് ഇഗ്നോർ ചെയ്തു. അപ്പോൾ അവരുടെ ധാരണ ഈ ഹമാസിൻ്റെ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ സംഭവമാണ്. മിലിറ്ററി ആയിട്ട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് കുറഞ്ഞു വന്നു. ഇസ്രായേലിനെ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇതായിരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ പറ്റിയ ഏറ്റവും വലിയ പാളിച്ച.